അപ്പോൾ നമ്മളെ മൊക്കാറ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നില്ലേ, അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് പ്ലാന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കിപ്പം പ്ലാന്റ് സെയിലിന് വേണ്ടിയിട്ട് ഫ്ലവറുള്ള പ്ലാന്റ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു വാൻഡയാണ്. അപ്പം നേരത്തെ ഇവിടെ നിന്ന വാൻഡയൊക്കെ ഒന്ന് ഫ്ലവർ ചെയ്ത് വരുന്നതാണ്. അപ്പം വലിയ പൂവുള്ള ഒരു വാൻഡ ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പം ഞാൻ കുറേ മൊക്കാറ ഇപ്പം നിന്ന് ഞാൻ പോട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം ഞാനിന്ന് പോട്ട് ചെയ്തുകൊണ്ടിരുന്നതേ. അപ്പം നമ്മുടെ വാൻഡയ്ക്കകത്തെല്ലാം ഫ്ലവർ ആയിട്ടുണ്ട്. അപ്പം വാൻഡയ്ക്ക് വലിയ ചൂടും വേണ്ട, എങ്കിൽ വലിയ തണുപ്പും വേണ്ട, ഒരു ഹ്യൂമിഡിറ്റി നിലനിർത്തണം, എങ്കിൽ മാത്രമേ അതിനകത്ത് പൂക്കളുണ്ടാവാറുള്ളൂ. അപ്പോൾ അതുപോലെ വെട്ടവും വേണം, വെയിലല്ല പക്ഷെ നല്ല വെട്ടവും വേണം. അപ്പോൾ എന്താ ഇത് നമ്മുടെ മൊക്കാറ പ്ലാന്റ്സൊക്കെ ഞാൻ എന്താ ഹാങ്ങിങ് ആയിട്ട് ഇട്ടിരുന്നതാണ് നേരത്തെ. അപ്പം എന്താ അതിൻ്റെ റൂട്ടൊക്കെ നോക്കി, എന്ത് നല്ല രീതിയിലാണ് അതിൻ്റെ റൂട്ട് വന്നിരിക്കുന്നത് നോക്കി. ആ പ്ലാന്റിൻ്റെ ആരോഗ്യം കണ്ടോ, നല്ല രീതിയിൽ പ്ലാന്റ് ആരോഗ്യത്തിൽ വന്നിട്ടുമുണ്ട് കേട്ടോ. നമ്മൾ ഹാങ്ങിങ് ആയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും പ്ലാന്റ് നന്നായിട്ട് മൊട്ടുകളൊക്കെ വന്ന് പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് റൂട്ട് വന്ന പ്ലാന്റൊക്കെ ഒന്ന് പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിതിന് മൊക്കാറയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് ഏറ്റവും നല്ലൊരു വളമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഗോമൂത്രം. ഒരു ഗ്ലാസ് ഗോമൂത്രം 10 ഇരട്ടിയോ 12 ഇരട്ടിയോ വെള്ളം ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന് വളരെ ഈ റൂട്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 19 സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചില ചെടികളൊക്കെ കാണുന്നുണ്ടല്ലോ മഞ്ഞ കളറിൽ. അപ്പം വെയിലുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് 2 നേരം നമ്മൾ നന കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ റൂട്ടെല്ലാം ഉണങ്ങിയിട്ട ചെടിയുടെ ഹെൽത്തൊക്കെ നശിച്ചു പോകും. ഇതിനകത്ത് തന്നെ ചില ചെടികളിൽ റൂട്ട് കുറവാണ് കേട്ടോ, അതിന് നല്ല മഞ്ഞളിപ്പുണ്ട്. ഇപ്പം ഇതൊക്കെ ഞാൻ നേരത്തെ പോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനി കുറേ കൂടെ ഉണ്ട്, കുറേ പ്ലാന്റ്സ് നമുക്ക് പോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ സൗകര്യം പോലെ നമ്മൾ കുറേശ്ശെ പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പ് കൂടുതലുള്ളത് ഞാൻ ആദ്യം എടുത്ത് പോട്ട് ചെയ്യുകയാണ്. മറ്റേത് ഹെൽത്തി ആയിട്ടുള്ളത് അവിടുത്തെ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പം 4 സൈഡിൽ നിന്നും പല രീതിയിലുള്ള വെയിലല്ലേ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിഴക്കുനിന്നും പടിഞ്ഞാറിൽ നിന്നും തെക്കിൽ നിന്നും അടിക്കുന്ന വെയിലിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ചില ചെടികൾക്കൊക്കെ ഇച്ചിരി മഞ്ഞളിപ്പൊക്കെ ഉണ്ട്. അപ്പം എന്താ ഇതേപോലെ ഞാൻ പോട്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റ് മിക്കവാറും ചിലതൊക്കെ പൂവായി. അപ്പം മഴ സമയത്താണെങ്കിൽ കൂടുതൽ ആരോഗ്യമൊക്കെ കാണുമെങ്കിലും ചെടിക്ക് പെട്ടെന്ന് ഫംഗസ് രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചെവിടൊക്കെ അഴുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലാണ് ചെടി പ്ലാന്റ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്ന മൺചട്ടിയിലാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ചില പ്ലാസ്റ്റിക് ചട്ടിയിലും ചെയ്തിട്ടുണ്ട്, പക്ഷേ കൂടുതലും മൺചട്ടിയിലാണ് ഞാൻ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താ ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന ഈ ഇലകൾ നമ്മൾ കുറച്ചെടുത്ത് മാറ്റണം. കാരണം ഈ ഇല അടിഭാഗത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇല അവിടെ ഇരുന്നിട്ട്